നമസ്കാരം. നമുക്കിന്ന് പൈനാപ്പിൾ വെച്ചിട്ട് ഒരു കിടിലൻ പുളിശ്ശേരി തയ്യാറാക്കാം ട്ടാ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായതല്ല, ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പൈനാപ്പിൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇത്തിരി എളുപ്പം തോന്നി. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ, പൈനാപ്പിളിൻ്റെ ഈ സംഭവം നമുക്ക് നടാനായിട്ട് ഞാൻ മാറ്റി വെച്ചേക്കാണ്. ഇതാണ് ഞാൻ നടണം കേട്ടോ. ഇത് നട്ടിട്ട് എനിക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാ പൈനാപ്പിൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, ഇത്തിരി ശർക്കര, വെള്ളം ചേർത്ത് ഉപ്പ് ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചൂണ്ടയിട്ടിട്ട് കിട്ടിയ കരിമീനാണ്. മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ പാൻ ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഇതിവിടെ നിന്ന് ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. മോരറിയുടെ അതിനകത്ത് തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തൈരും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെൻ്റെ രാവിലത്തെ തിരക്ക് പിടിച്ച കുറച്ച് ജോലികളാണ്. അതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിലാണ്, ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ചെടുക്കണം കേട്ടോ. താളിക്കാനായിട്ട് ഞാൻ ഉള്ളി, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി ഇത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് മീനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ വറുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.